എൻ്റെ മാത്രം ഭാഗം 1. എനിക്കൊരുപാട് ഇഷ്ടമായോണ്ടാ കണ്ണേട്ടാ. കണ്ണു നിറച്ചുകൊണ്ടവൻ പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. നിന്നെ തിരിച്ചു ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഈ ജന്മം എനിക്കാവില്ല അഞ്ജ്. കാരണം ത്രിലോക്നാഥ് സ്നേഹിച്ചത് കാവേരിയെയാണ്. അവളെ മാത്രമേ ഞാൻ സ്നേഹിക്കുകയുള്ളൂ. അവനെ നോക്കി കടുപ്പത്തിൽ ലോക് പറഞ്ഞു നിർത്തിയപ്പോൾ അവൻ കണ്ണു നിറച്ചുകൊണ്ട് അവനെ നോക്കി. അങ്ങനെ പറയല്ലേ കണ്ണേട്ടാ, എൻ്റെ അല്ലേ, വേറൊരാളുമായി. ഏങ്ങളോടെ പറഞ്ഞുകൊണ്ടവൻ ലോകിൻ്റെ കയ്യിൽ പിടിക്കാൻ ശ്രമിക്കവേ അവനൊന്ന് പിന്നിലോട്ട് നീങ്ങി. നിന്നോട് മര്യാദയുടെ ഭാഷയിൽ ഞാൻ പറഞ്ഞു. പിന്നെയും ഇതുതന്നെ പറഞ്ഞ് എൻ്റെ പിറകെ വരാനാണ് ഉദ്ദേശമെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അനിയനാണെന്ന് ഞാൻ നോക്കില്ല. ഒന്നങ്ങ് തരും. കയറിപ്പോടാ. അത്രയും പറഞ്ഞുകൊണ്ട് ലോക് തൻ്റെ ബുള്ളറ്റിനടുത്തേക്ക് പോയി. അതിൽ കയറി അവിടെ നിന്നും പാഞ്ഞു. അപ്പോൾ അവൻ പോണത് നോക്കി നിൽക്കവേ തൻ്റെ ചുമലിൽ ഒരു കരം വന്ന് പതിഞ്ഞതും തിരിഞ്ഞുപോലും നോക്കാതെ ഏങ്ങളോടെ അഞ്ജ് അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഒന്ന് പറയോ ഏട്ടാ കണ്ണേട്ടനോട് ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ. ഈ 2 കൊല്ലം ആട്ടിപ്പായിച്ചിട്ടും പിന്നാലെ നടന്നത് അത്രയ്ക്ക് ജീവനായത് കൊണ്ടാ. ഒന്ന് പറയോ ഏട്ടാ. തൻ്റെ നെഞ്ചിൽ വീണ് പൊട്ടിക്കരയുന്നവനെ ദേവർഷ് ചേർത്ത് പിടിച്ചു. നമുക്കിത് വേണ്ട ദേവൂട്ടാ. നീ ഇന്ന് കണ്ടതല്ലേ ലോകിൻ്റെ സന്തോഷം. അവൻ ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതവും ആഗ്രഹവുമാണ്. അതുകൊണ്ട് അത് നടന്നോട്ടെ. ഏട്ടൻ്റെ കുട്ടിക്ക് ഏട്ടൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അറിഞ്ഞു തരുന്നതും പിടിച്ചു വാങ്ങുന്നതും രണ്ടും രണ്ടാണ് കുഞ്ഞെ. പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ. അവനെയും കൂട്ടി അകത്തേക്ക് നടക്കുന്നതിനിടയിൽ ആശി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അത് കേൾക്കവേ തൻ്റെ മുഖം ഇരു കയ്യാലെയും അമർത്തി തുടച്ചുകൊണ്ട് അഞ്ജ് ആശിയെ നോക്കി വേദനയോടെ ഒന്ന് പുഞ്ചിരിച്ചു. എനിക്കറിയാം ഏട്ടാ, എല്ലാം എനിക്കറിയാം. പിന്നെ എന്നെപ്പോലെ ഗേ അല്ലല്ലോ കണ്ണേട്ടൻ, BA അല്ലേ. പോരാത്തതിന് വേറൊരാളോട് പ്രണയവും. ഇതൊക്കെയും എനിക്ക് മനസ്സിലാവാനിട്ടല്ല, പറ്റാഞ്ഞിട്ടാ. അവസാനം പറയുമ്പോൾ അവൻ്റെ സ്വരം ഇടറിപ്പോയിരുന്നു. അത് കേൾക്കവേ ആശിക്കും വല്ലാത്ത വിഷമം തോന്നി. തൻ്റെ കുഞ്ഞനിയനാണ്. അച്ഛനും അമ്മയും മരണപ്പെട്ട ശേഷം അച്ഛൻ്റെ ബിസിനസ് മാത്രം ലക്ഷ്യം വെച്ച് വന്ന ബന്ധുക്കളെയൊക്കെ തട്ടിമാറ്റി തനിയെ ജീവിക്കാൻ തീരുമാനിച്ചതാണ് ആശി. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ മരണത്തിന് ശേഷം അച്ഛൻ നോക്കി നടത്തിയ ബിസിനസ്സിലേക്ക് തന്നെ ആ 23 വയസ്സിൽ അവൻ കയറി. അവിടെ നിന്നങ്ങോട്ട് വെച്ചടി കയറ്റമായിരുന്നു. വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള അനിയനെ അച്ഛനായും അമ്മയായും ഏട്ടനായുമൊക്കെ എന്നും കൂടെ ഉണ്ടായിരുന്നു ആശി. അവനെ പഠിപ്പിക്കാൻ വിട്ടതും അവനായിരുന്നു. അങ്ങനെ ഒഴുക്കിൽ ജീവിതം മുന്നോട്ട് നീക്കവെയാണ് അവർക്കിടയിലേക്ക് അവൻ്റെ കടന്നുവരവ്. ത്രിലോക്നാഥ്, സ്വന്തക്കാരോ ബന്ധക്കാരോ ഉറ്റവരോ ഇല്ലാത്ത ഒറ്റയാൻ, ബിസിനസ് മേഖലയിലെ ഡെവിൾ, ഏറ്റെടുത്ത ബിസിനസ്സിൽ 100% വിജയം കരസ്ഥമാക്കുന്നവൻ. ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ മീറ്റിങ്ങിലായിരുന്നു ആശിയും ലോകും പരിചയപ്പെടുന്നത്. അധികം ആരെയും തന്നോട് അടുപ്പിക്കാത്ത ഇരുവർക്കും എന്തുകൊണ്ടോ പരസ്പരം ഒരടുപ്പം ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ആ പ്രൊജക്റ്റ് ഉൾപ്പെടെ പിന്നെ വരുന്നതൊക്കെ ഇരുവരും ഷെയർ ചെയ്ത് ഏറ്റെടുത്ത് തുടങ്ങി. അതുവഴി അവരുടെ ബന്ധവും വളർന്നു. ഇപ്പോൾ എന്തിനും ഏതിനും ആശിക്ക് ലോക് വേണം, ലോകിന് ആശിയും. അങ്ങനെയാണ് ഒരു ദിവസം ആശി ദേവിനെ ലോകിന് പരിചയപ്പെടുത്തുന്നത്. കണ്ട മാത്രയിൽ ഇരുവരുടെയും മിഴികൾ അല്പനേരം കൊരുത്തു നിന്നപ്പോൾ ലോകിൻ്റെ തീക്ഷ്ണമായ നോട്ടത്തിൽ ദേവ് പിടച്ചലോടെ മുഖം താഴ്ത്തി. ആശി വളരെ ഫ്രണ്ട്ലി ആണെങ്കിൽ ലോക് ആവശ്യത്തിന് മാത്രം മിണ്ടുന്ന ഒരു കലിപ്പൻ ഇമേജ് കൊണ്ട് നടക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ദേവിനോട് അധികമൊന്നും സംസാരിച്ചില്ലെങ്കിലും അവൻ്റെ ആ രൂപവും പെരുമാറ്റവുമെല്ലാം കുഞ്ഞു ദേവിനുള്ളിൽ അവനോട് തോന്നേണ്ട ഫീലിങ്സിൽ മാറ്റമുണ്ടാക്കുകയാണ് ചെയ്തത്. ഇടയ്ക്കിടെ കാണുന്നത് കൂടെ ആയപ്പോൾ ഒരേട്ടൻ എന്നതിലുപരി ലോകിനോട് തനിക്ക് പ്രണയമാണെന്ന് നെട്ടലോടെയാണ് ദേവ് മനസ്സിലാക്കിയത്. ഈ കാര്യത്തെപ്പറ്റി അവൻ ആദ്യം പറഞ്ഞതും തൻ്റെ ഏട്ടനോടായിരുന്നു. ഈ കാര്യം അറിഞ്ഞാൽ ഒരുപക്ഷെ ഏട്ടൻ തന്നോട് വെറുപ്പായിരിക്കുമെന്നുള്ള അവൻ്റെ ചിന്തയെ തള്ളിക്കൊണ്ട് ഇതൊക്കെ ഇപ്പോൾ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് അവനെ കൂടുതൽ ചേർത്ത് പിടിക്കുകയായിരുന്നു ആശി. എന്നാൽ ലോകിനോടുള്ള പ്രണയം അതറിഞ്ഞ മുതൽ ആശിക്ക് ആ ബന്ധത്തിനോട് താല്പര്യമില്ലായിരുന്നു. അതിന് പ്രധാന കാരണം ലോകും അവൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്ന കാവേരിയും തമ്മിലുള്ള റിലേഷനാണ്. കുഞ്ഞുടുപ്പണിഞ്ഞ് മുഖം നിറയെ പുട്ടിയുമായി നടക്കുന്ന അവളെ പരിചയപ്പെട്ടപ്പോൾ തൊട്ട് ആശിക്ക് ഇഷ്ടക്കേടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ കാര്യത്തിൽ നിന്ന് ദേവിനെ പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ദേവിനെ അങ്ങനെ മറക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല ആ ഇഷ്ടം. ഒടുക്കം ഏട്ടൻ്റെ വാക്ക് കേൾക്കാതെ ഒരു അവധി ദിവസം രാവിലെ തന്നെ വീട്ടിലേക്ക് കയറി വന്ന ലോകിൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി കണ്ണും പൂട്ടി ഇഷ്ടം പറഞ്ഞു ദേവ്. എന്നാൽ ഒരനക്കവും കാണാതെ വന്നപ്പോൾ മെല്ലെ കണ്ണ് തുറന്നു നോക്കി അവൻ കാണുന്നത് അവനെ ഒന്ന് നോക്കി ദഹിപ്പിച്ചുകൊണ്ട് ആശിക്കരികിലേക്ക് പോകുന്നവനെയാണ്. അന്നാ പ്രവൃത്തി അവനിൽ ഒത്തിരി സങ്കടമാക്കിയെങ്കിലും ഇഷ്ടം അറിയേണ്ട ആൾ അറിഞ്ഞല്ലോ എന്നൊരു സമാധാനം ഉള്ളിൽ നിറഞ്ഞു. അതോടൊപ്പം ആളുടെ മറുപടി അറിയാനുള്ള ആകാംക്ഷയും. ഏട്ടനിൽ നിന്നും ലോക് BA ആണെന്നറിഞ്ഞത് കൊണ്ടുള്ള ധൈര്യത്തിലാണ് പോയി പറഞ്ഞത് തന്നെ. എന്നാൽ പിന്നീട് അങ്ങോട്ട് 2 കൊല്ലം അവഗണനയുടെ നാളുകളായിരുന്നു.
ആശയോട് പഴയതുപോലെ സംസാരിക്കാറുണ്ടെങ്കിലും ദേവിനെ കണ്ടാൽ ലോക് ചെകുത്താൻ കുരിശ് കണ്ട പോലെ മാറിപ്പോകും. ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് 1000 തവണ മുന്നിൽ ചെന്നിട്ടും വേണ്ട വിധത്തിലുള്ളൊരു മറുപടി പോയിട്ട് ഒരു വാക്കുപോലും കിട്ടാതെ ആയപ്പോൾ അന്നൊരു ദിവസം ദേഷ്യത്തിൽ നിങ്ങൾക്ക് എന്താ ചെവി കേൾക്കുന്നില്ലേ, ഞാൻ പറഞ്ഞതിന് റിപ്ലൈ തരാത്തത് എന്താ എന്ന് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആൾക്കൊരു പ്രണയമുണ്ടെന്ന്. വിവാഹം എന്നുണ്ടെങ്കിൽ അവളോടൊപ്പം മാത്രമെന്ന്. ഏട്ടൻ വഴി അറിഞ്ഞതാണല്ലോ. ആ നാവിൽ നിന്നും കേട്ടപ്പോൾ ഒരു ഷോക്ക് തന്നെയായിരുന്നു. ആ ഒറ്റൊരു മറുപടിയിൽ ദേവ് അടിമുടി തകർന്നു പോയിരുന്നു. ഞെട്ടലോടെ ഇടറിക്കൊണ്ട് പിറകിലേക്ക് വീഴാനായപ്പോൾ തന്നെ ഏട്ടൻ വന്ന് പിടിച്ചിരുന്നു. അന്ന് ഏട്ടൻ രണ്ടുപേരോടും കാര്യമായി ഒന്നും പറഞ്ഞിരുന്നില്ല എങ്കിലും പിന്നീട് ലോക് പോയി കഴിഞ്ഞപ്പോൾ അന്ന് ആദ്യമായി ഏട്ടനിൽ നിന്നും വഴക്ക് കേട്ടു. സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങാൻ പറ്റില്ല എന്ന് നീ മനസ്സിലാക്കണം ദേവ്. ഇനി ഈ കാര്യം പറഞ്ഞ് അവൻ്റെ പിറകെ നടക്കരുത്. ശക്തമായ താക്കീതോടെ ഏട്ടൻ പറഞ്ഞപ്പോൾ തലകുനിച്ച് സമ്മതിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ലോകിൻ്റെ ഒരു വിവരവും ഇല്ലായിരുന്നു. വിളിക്കാനോ മെസ്സേജ് അയക്കാനോ പറ്റാത്ത അവസ്ഥ. ഏട്ടനും ഞാനും ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴായിരുന്നു അവൻ്റെ വരവ്. അതും ഒരു ക്ഷണവുമായി. ലോകിൻ്റെയും കാവേരിയുടെയും വിവാഹം.